ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. രാജ്യത്ത് അവശ്യ വസ്തുക്കൾക്കും മരുന്നിനും ചെറുവാഹനങ്ങൾക്കുമുള്ള വിലക്കുറവ് പ്രാബല്യത്തിൽ. GST നിരക്ക് പരിഷ്കാരം നിലവിൽ വന്നു. അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിൽ വ്യാപാരികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തി. വിലക്കുറവ് ഇടത്തരക്കാർക്കും വനിതകൾക്കും വലിയ ആശ്വാസമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നവരാത്രി, ദീപാവലി ഉത്സവകാലത്ത് വിലക്കുറവിന്റെ ആശ്വാസത്തിൽ ജനം. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന 400-ലേറെ ഉൽപ്പന്നങ്ങൾക്കാണ് വില കുറയുക. സാധനങ്ങളുടെ പാക്കറ്റിൽ പഴയ വിലയാണെങ്കിലും പുതിയ GST അനുസരിച്ചായിരിക്കും ബിൽ. ഉപഭോക്താക്കൾ ഇക്കാര്യം ഉറപ്പുവരുത്തണം. വില കുറവ് ലഭ്യമാകുന്നുണ്ടോ എന്ന് GST വകുപ്പ് പരിശോധിക്കും. അരുണാചൽ പ്രദേശിൽ വ്യാപാരികളുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി. വിലക്കുറവ് ഇടത്തരക്കാർക്കും വനിതകൾക്കും വലിയ ആശ്വാസമെന്ന് പ്രധാനമന്ത്രി. GST നിരക്കു പരിഷ്കാരം നിലവിൽ വന്നതോടെ ഷോപ്പുകളിൽ ബില്ലിംഗിൽ മാറ്റം വരുത്തി. പരിഷ്കാരം ചില്ലറ വിൽപ്പനയിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കുമെന്ന് കച്ചവടക്കാർ. ഈ സാധനങ്ങളെല്ലാം 18%, 22% ഉണ്ടായിരുന്ന സാധനങ്ങൾ വരെ ഉണ്ടായിരുന്നു. ബേക്കറി മറ്റേ ഐറ്റംസ് എല്ലാം അതെല്ലാം 5% വരിക എന്ന് പറഞ്ഞാൽ സ്ലാഷ് ചെയ്ത് വരും എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് തീർച്ചയായിട്ടും പർച്ചേസിങ് കപ്പാസിറ്റി കൂടും. ഒരുപാട് നല്ല സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. സിമന്റ് ഉൾപ്പെടെയുള്ളവർക്ക് വില കുറയുന്നത് നിർമ്മാണ മേഖലയ്ക്കും ആശ്വാസമാണ്. കാറുകൾ ഉൾപ്പെടെ ചെറുവാഹനങ്ങളുടെ വിലയിൽ വലിയ മാറ്റമാണ് ഉണ്ടായത്. സിഗരറ്റിനും മദ്യത്തിനും ലക്ഷറി വാഹനങ്ങൾക്കുമാണ് പുതുക്കിയ GST പ്രകാരം വില കൂടുക. 40% സിൻ ടാക്സാണ് ലഹരി വസ്തുക്കൾക്ക് മുകളിൽ ചുമത്തുക. ന്യൂസ് ഡെസ്ക് 24. പുതുക്കിയ GST നിരക്ക് നിലവിൽ വന്നതോടെ ജനങ്ങൾ പ്രതീക്ഷയിലാണെങ്കിലും സംസ്ഥാന സർക്കാർ ആശങ്കയിലാണ്. സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ 8,000 കോടി രൂപ വരെ നഷ്ടമുണ്ടാകുമെന്നാണ് പ്രാഥമിക കണക്ക്. വേണ്ടത്ര പഠനം നടത്താതെ നടപ്പാക്കിയ പരിഷ്കാരമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ 24നോട് പറഞ്ഞു. ഒരു ഉത്പന്നത്തിൽ ഈടാക്കുന്ന GSTയുടെ പകുതി സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതാണ്. അതായത് 28% GST ഈടാക്കിയാൽ അതിൽ പകുതി 14% നികുതി സംസ്ഥാനത്തിന് ലഭിക്കും. എന്നാൽ പുതുക്കിയ നിരക്ക് പ്രകാരം മുൻപ് 28% വരെ ഈടാക്കിയിരുന്ന GST 18%, 5%, 0% കുറയും. സ്വാഭാവികമായും സംസ്ഥാനത്തിന് ലഭിക്കേണ്ട നികുതി കുറയും. കേന്ദ്രത്തിന് വിമർശനവുമായി 24നോട് KN ബാലഗോപാലിന്റെ പ്രതികരണം ഇങ്ങനെ. കേന്ദ്ര ഗവൺമെന്റ് 50,000 60,000 എവിടെ സ്റ്റഡി ചെയ്തിട്ടില്ല. ഞങ്ങൾ കമ്മിറ്റിയിൽ അംഗമാണ്. എവിടെ സ്റ്റഡി ചെയ്ത റിപ്പോർട്ടില്ല, ഒന്നുമില്ല. ഏറ്റവും മിനിമം 2 ലക്ഷം കോടിയെങ്കിലും നഷ്ടം വരുമെന്നാണ് ചില പണ്ഡിതന്മാർ, സാമ്പത്തിക രംഗത്ത് ഈ മേഖലയെ ബന്ധപ്പെട്ടവർ പറയുന്നത്. ഒരു പഠനവും ഇല്ലാതെ നമ്മുടെ നോട്ട് നിരോധനത്തിന്റെ സമയത്ത് അനൗൺസ് ചെയ്തതുപോലെ അനൗൺസ്മെന്റാണ് വന്നത്. പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നത് നടപ്പാക്കുന്ന സംവിധാനമായി GST കൗൺസിൽ മാറിയെന്ന് മന്ത്രി P രാജീവ് കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നത് എൻഡോഴ്സ് ചെയ്യുന്ന സംവിധാനമായിട്ട് GST കൗൺസിൽ മാറിയിരിക്കുന്നു. നികുതി എങ്ങനെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നത് പറയുമ്പോൾ തന്നെ സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുന്ന വരുമാന നഷ്ടം അത് നികത്തുന്നതിനുള്ള നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടും കാണേണ്ടത്. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി നടത്തിയ പഠനത്തിൽ 7,803 കോടി രൂപയുടെ നഷ്ടമാണ് മുന്നിൽ കാണുന്നത്. സാമ്പത്തിക വർഷത്തിന്റെ 6 മാസം പിന്നിട്ടതിനാൽ ഇനി ഈ വർഷം 4,000 കോടി രൂപയുടെ നഷ്ടമാണ് സർക്കാർ മുന്നിൽ കാണുന്നത്. ഈ വരുമാനം ഉൾപ്പെടെ കണക്കാക്കിയാണ് സർക്കാർ ബജറ്റ് തയ്യാറാക്കിയത്. ബജറ്റ് ഉൾപ്പെടെ തകിടം മറിയുമെന്നാണ് ആശങ്ക. 24 തിരുവനന്തപുരം. മറ്റ് പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. തൃശൂർ പാലിയക്കരയിലെ ടോൾ വിലക്ക് തുടരും. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ മുരിങ്ങൂരിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്നാണ് വിലക്ക് നീക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി ഇന്ന് പുറപ്പെടുവിക്കാതിരുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താൽക്കാലിക നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. റിപ്പോർട്ട് ലഭിച്ച ശേഷം വ്യാഴാഴ്ച വിഷയം വീണ്ടും പരിഗണിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. കർശന ഉപാധികളോടെ പാലിയക്കരയിലെ ടോൾ വിലക്ക് നീക്കാമെന്നായിരുന്നു ഹൈക്കോടതി നിലപാട്. എന്നാൽ ഇന്നലെ മുരിങ്ങൂർ ഭാഗത്ത് മണ്ണിടിഞ്ഞിരുന്നു. ഇവിടുത്തെ പ്രശ്നങ്ങൾ താൽക്കാലികമായി മാത്രമേ പരിഹരിച്ചിട്ടുള്ളൂ എന്ന് തൃശൂർ ജില്ലാ കളക്ടർ ഹൈക്കോടതിയെ അറിയിച്ചു. ഇതിന് പിന്നാലെയാണ് ടോൾ വിലക്ക് നീക്കാനുള്ള ഉത്തരവ് ഇന്ന് പുറപ്പെടുവിക്കുന്നില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അറിയിച്ചത്. പ്രശ്നം പരിഹരിച്ച ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകാനും ദേശീയപാത അതോറിറ്റിയോട് കോടതി നിർദ്ദേശിച്ചു. ഇന്ത്യൻ റോഡ് കോൺഗ്രസ് പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങൾ വെച്ചിട്ട് വേണം ഈ VUPകളുടെ പണി നടത്താൻ. അതൊന്നുമില്ല. കുറച്ച് ബംഗാളികളെ വെച്ചിട്ട് ഇവർ ശാസ്ത്രീയമല്ലാതെയാണ് പണി നടത്തുന്നത്. ഇവർ തട്ടിക്കൂട്ട് പണി നടത്തി എങ്ങനെയെങ്കിലും ടോൾ പിരിക്കാം എന്നുള്ള ശ്രമമാണ്. അതാണ് കോടതി തടയിട്ടത്. 47 ദിവസമായി പാലിയക്കരയിൽ ടോൾ പിരിവ് നിലച്ചിട്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്നായിരുന്നു ദേശീയപാത അതോറിറ്റിയുടെ വാദം. എന്നാൽ മുരിങ്ങൂരിലെ മണ്ണിടിച്ചിൽ പ്രതിസന്ധിയായി. പുതിയ ടോൾ നിരക്ക് പ്രഖ്യാപിച്ചിട്ടും പിരിച്ചു തുടങ്ങാനാകാത്തത് ദേശീയപാത അതോറിറ്റിക്ക് കനത്ത തിരിച്ചടിയാണ്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി.
UN പൊതുസഭയിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്കയിലെത്തി. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ഇന്ന് രാത്രി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ ചർച്ചകൾ തുടരുന്നതിനിടെയുള്ള വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മാർക്കോ റൂബിയോ കൂടിക്കാഴ്ച നിർണായകമാണ്. ഇന്ത്യൻ സമയം രാത്രി 8:30 കൂടിക്കാഴ്ച. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ നൽകണമെന്ന കർശന നിലപാടിൽ ട്രംപ് ഉറച്ചുനിന്നതോടെ ചർച്ചകൾ വഴിമുട്ടിയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് നിലപാടിൽ അയവ് വരുത്തിയതോടെയാണ് ചർച്ചകൾ പുനരാരംഭിച്ചത്. വാഷിംഗ്ടണിൽ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിനെ തുടർന്ന് ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധം വഷളായതിനുശേഷം ഇതാദ്യമായാണ് എസ് ജയശങ്കർ മാർക്കോ റൂബിയോ കൂടിക്കാഴ്ച. ഈ വർഷം ഇരു നേതാക്കളുമായുള്ള 3ാം വട്ട കൂടിക്കാഴ്ചയാണിത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. CK ജാനുവിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിക്ക് UDF-നൊപ്പം ചേരാൻ താൽപര്യം. ഇന്നലെ കോഴിക്കോട് ചേർന്ന സംസ്ഥാന കമ്മിറ്റിയിലാണ് ഭൂരിഭാഗം അംഗങ്ങളും UDF പ്രവേശനത്തെ അനുകൂലിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് UDF-ന്റെയോ LDF-ന്റെയോ ഭാഗമാകുമെന്ന് CK ജാനു വ്യക്തമാക്കിയിരുന്നു. NDA വിട്ട JRPയുടെ ഭാവി പരിപാടി ചർച്ച ചെയ്യാൻ ഇന്നലെ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് ഉടനൊരു മുന്നണിയിൽ പ്രവേശനം നേടണമെന്ന ആവശ്യമുയർന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF-നൊപ്പം ചേരുന്നതാണ് നല്ലതെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഭൂരിഭാഗവും അഭിപ്രായപ്പെട്ടു. CK ജാനുവിനും UDF-നോടാണ് താൽപര്യം. പല നേതാക്കളും തങ്ങളുമായി സംസാരിക്കുന്നുണ്ടെന്ന് ഇന്നലെ CK ജാനു 24-നോട് സ്ഥിരീകരിച്ചിരുന്നു. സംസാരിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ മര്യാദയാണ്. അത് ഞങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. ഞങ്ങൾ ഏതെങ്കിലും ഒരു കക്ഷി മുന്നണിയായിട്ട് യോജിച്ചു പോകണം എന്നുള്ള ഒരു അഭിപ്രായത്തിൽ തന്നെയാണ് ഉള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പേ JRP ഒരു മുന്നണിയിലുണ്ടാവും. മതിയായ പരിഗണന ലഭിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി അടുത്തിടെയാണ് CK ജാനു നേതൃത്വം നൽകുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി NDA വിട്ടത്. നിഖിൽ പ്രമേഷ്, 24, കോഴിക്കോട്. കൊല്ലം പുനലൂരിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി ഭർത്താവ്. കലയനാട് സ്വദേശി ശാലിനിയാണ് കൊല്ലപ്പെട്ടത്. ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് കൊലപാതക വിവരം ഭർത്താവ് അറിയിച്ചത്. പ്രതിയായ ഭർത്താവ് ഐസക് പോലീസിൽ കീഴടങ്ങി. ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നുകളഞ്ഞു. അതിൻ്റെ കാരണം ഞാൻ അറിയാതെ പല ബന്ധങ്ങളും ഞാൻ അറിയാതെ വീട്ടിൽ നിന്ന് സ്വർണ്ണങ്ങളെടുത്ത് പണയം വെക്കുകയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കാതെ ഇഷ്ടമുള്ള രീതിയിൽ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐസക്കിന്റെ ഈ ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് ശാലിനിയുടെ കൊലപാതക വിവരം നാട്ടുകാർ അറിയുന്നത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ശാലിനിയും ഐസക്കും ഏറെ നാളായി പിരിഞ്ഞു കഴിയുകയായിരുന്നു. രാവിലെ 6 മണിയോടെ ശാലിനി താമസിക്കുന്ന സ്ഥലത്തെത്തിയ ഐസക് ശാലിനിയെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ചായിരുന്നു കൊലപാതകം. ചേച്ചിയുടെ ഒരു അലർച്ച കേട്ടോണ്ട് എഴുന്നേക്കുന്നേ. ചേച്ചിയുടെ ആദ്യം അലർച്ച കേട്ട, പിന്നെ ചെറുക്ക അലർന്നതാ കേട്ടത്. ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേന് കമന്ന് കിടക്കുമായിരുന്നു. എന്നിട്ട് അയാൾ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോഴത്തേന് കയറി അങ്ങ് പോയി. നമുക്ക് എന്ത് ചെയ്യണമെന്നില്ലാതെ പകച്ചു പോയ ഒരിതായിരുന്നു. ശാലിനിയും ഐസക്കും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളിലും തർക്കമുണ്ടായിരുന്നു. പുനലൂർ പോലീസ് സ്റ്റേഷനിലെത്തി ഐസക് കീഴടങ്ങി. വെട്ടേറ്റ് കിടക്കുന്ന ഭാര്യയുടെ ചിത്രങ്ങളും പോലീസിന് കാട്ടിക്കൊടുത്തു. ശാലിനിയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കൊലപാതകം നടക്കുമ്പോൾ മൂത്ത മകൻ വീട്ടിലുണ്ടായിരുന്നു. 24, കൊല്ലം. പാലക്കാട് കൂറ്റനാട് ബസ്സിനടിയിലേക്ക് തെറിച്ചു വീണ ബൈക്ക് യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആ ദൃശ്യങ്ങളിലേക്ക്. ഐഷത്തുൽ ഷംന വിവരങ്ങൾ നൽകും പാലക്കാട്ട് നിന്ന്. ഷംന, ഇത് അത്ഭുതകരമായ രക്ഷപ്പെടലാണ്. എപ്പോഴാണ് ഈ അപകടം നടന്നത്? അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ടോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ, അല്പം മുമ്പാണ് ഈ അപകടം ഉണ്ടാകുന്നത്. എന്തായാലും നടക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ പാലക്കാട് കൂറ്റനാട് കട്ടിൽമാടത്താണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ റോഡിന് അരികിലൂടെ പോകുന്ന ബൈക്ക് പെട്ടെന്ന് റോഡിലേക്ക് കയറുന്നതിനിടെ മറിയുകയായിരുന്നു. തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. തൊട്ടു പിന്നാലെ വന്ന ബസ്സിനടിയിലേക്കാണ് മറിഞ്ഞു വീണത്. ബസ് ഡ്രൈവർക്ക് കൃത്യമായി ബ്രേക്ക് കിട്ടിയത് മൂലം രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. എന്തായാലും ഇയാൾക്ക്
പരിക്കുകൾ സംബന്ധിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. എന്തായാലും ജീവൻ രക്ഷപ്പെട്ടു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസകരമായ ഒരു വാർത്തയുള്ളത്. തലനാരിഴയ്ക്ക് വലിയ ഒരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്നതാണ് വിജയകുമാർ. യെസ്, റോഡിന്റെ സൈഡിലൂടെ യാത്ര ചെയ്യുകയായിരുന്ന ആ സ്കൂട്ടർ യാത്രക്കാരൻ റോഡിലേക്ക് കയറിയപ്പോഴാണ് ബാലൻസ് നഷ്ടമായി വീണത്. അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എന്തെങ്കിലും കാര്യമായ പരിക്കോ മറ്റോ ഇല്ല എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന. കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. സംഘപരിവാർ സംഘടനകൾ സംഘടിപ്പിക്കുന്ന ശബരിമല സംരക്ഷണ സമ്മേളനത്തിന് പന്തളത്ത് തുടക്കമായി. ശബരിമല വികസനം, സുരക്ഷ, വിശ്വാസം എന്നീ വിഷയങ്ങളിൽ രാവിലെ സെമിനാറുകൾ നടക്കുകയാണ്. ശബരിമല തന്ത്രി സംഗമത്തിന് ദീപം തെളിയിച്ചു. ഉച്ചയ്ക്ക് ശേഷമാണ് ഭക്തജന സംഗമം. പന്തളത്തെ സംഗമം വിശ്വാസികളുടെ സമ്മേളനമാണെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ G രാമൻ നായരും പറഞ്ഞു. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനം അവിടുത്തെ ആചാരവിശ്വാസങ്ങൾ എല്ലാം സംരക്ഷിക്കണമെന്നുള്ളതാണ്. ആചാരവിശ്വാസത്തെ ധ്വംസിച്ചവർ, പിച്ചിച്ചീന്തിയവർ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഘവുമായിട്ട് വന്നതിൽ അയ്യപ്പ ഭക്തന്മാർക്ക് സംശയങ്ങളുണ്ട്, ദുരിതകൾ ധാരാളമുണ്ട്. ശൂന്യമായിരുന്നു അവിടുത്തെ ഹാൾ, അവരുടെ സമ്മേളന വേദി. എന്തുകൊണ്ടത് സംഭവിച്ചു? കാരണം അയ്യപ്പന്മാർ ബഹിഷ്കരിച്ചു. അതിന് കാരണമുണ്ട്. കാരണം അവർക്ക് വലുത് വിശ്വാസമാണ്. ആ വിശ്വാസം സംരക്ഷിക്കുന്നതോടൊപ്പം നിൽക്കും. ഇന്നിവിടെ പന്തളത്ത് നടക്കുന്ന സമ്മേളനം വിശ്വാസികളുടെ സമ്മേളനമാണ്. വിശ്വാസമാണ് വലുത്. അത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാം. ശബരിമല സംരക്ഷണ സമ്മേളനം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. വിശ്വാസികളുടെ ഒരു സംഘം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതാർക്കും എതിരല്ല, ആരെയും എതിർക്കാനുള്ളതല്ല. മറിച്ച് ശബരിമലയെ സ്നേഹിക്കുകയും ശബരിമലയുടെ വികസനം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് ശബരിമലയെക്കുറിച്ചും അതിന്റെ തീർത്ഥാടന കാര്യങ്ങളെക്കുറിച്ചും ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു സമ്മേളനം. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ശബരിമല എന്ന് പറയുന്ന ആ പുണ്യഭൂമിയെ മലീമസമാക്കാനും അതിലെ പാവനത നശിപ്പിക്കാനും ശ്രമിച്ച ആളുകളാണ്. അതുകൊണ്ട് അവർ പാപപരിഹാരത്തിന് വേണ്ടി പമ്പയിൽ കുളിച്ച് ഒരു പാപപരിഹാരത്തിന് വേണ്ടി നടത്തുന്ന ഒരു സമ്മേളനമായിട്ട് ഞാനതിനെ കാണുന്നുള്ളൂ. അല്ലാതെ അത് ശബരിമലയെ സംരക്ഷിക്കുന്നതിനോ ശബരിമലയുടെ വിശ്വാസങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിനോ ഉള്ള ഒരു സംഭവമായിട്ട് അതിനെ വിലയിരുത്താൻ നമ്മളാരും തയ്യാറല്ല. MG പ്രതീഷ് വിവരങ്ങൾ നൽകും പന്തളത്ത് നിന്ന്. പ്രതീഷ്, ഇപ്പോഴെന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? ഇനി ഇപ്പോൾ വൈകുന്നേരം ഒരു പൊതുസമ്മേളനം എന്ന് പറയാവുന്ന തരത്തിൽ വിശ്വാസികളുടെ ഒരു സംഗമം കൂടി നടക്കാനുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ പന്തളത്ത് നൽകാനുള്ളത് പ്രതീഷ്? വിജയകുമാർ, കഴിഞ്ഞ ദിവസം പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ശബരിമല സംരക്ഷണ സമ്മേളനം ഈ പന്തളത്ത് നടന്നത്. ഈ പ്രധാനമായും ആദ്യഘട്ടത്തിൽ വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളാണ് നടക്കുന്നത്. ഇപ്പോഴും ഈ സെമിനാറുകൾ തുടരുകയാണ്. ശബരിമലയുടെ വികസനം, ഒപ്പം ശബരിമലയുടെ ആചാര സംരക്ഷണം, വിശ്വാസം, ശബരിമലയുടെ സുരക്ഷ, ഈ 3 വിഷയങ്ങളിലാണ് പ്രധാനമായും സെമിനാറുകൾ നടക്കുന്നത്. ഈ ആഗോള അയ്യപ്പ സംഗമം ഈ വിശ്വാസികളുടെയും ഒപ്പം ഈ വിശ്വാസ സംരക്ഷണങ്ങളുടെയും സംഗമമായിരുന്നില്ല എന്നുള്ള ഒരു വിമർശനമാണ് പ്രധാനമായും ഇന്ന് ഉയർന്നു കേട്ടിട്ടുള്ളത്. ഈ ശബരിമല തന്ത്രി ആണ് ഈ പന്തളത്തെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് തുടർന്നാണ് ഈ 3 സെക്ഷനുകളായി സെമിനാറുകൾ ആരംഭിച്ചിട്ടുള്ളത്. ഒപ്പം ഈ ഉച്ചയോടുകൂടിയാണ് പൊതുസമ്മേളനം ആരംഭിക്കുന്നത്. തമിഴ്നാട് മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലയാണ് ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് ബദൽ എന്ന രീതിയിലാണ് ഈ വിശ്വാസ സംഗമം പന്തളത്ത് സംഘടിപ്പിക്കുന്നത്. ഈ പമ്പയിൽ നടന്ന സംഗമത്തിൽ യഥാർത്ഥ അയ്യപ്പ ഭക്തർ ഒന്നും തന്നെ പങ്കെടുത്തില്ല. ഒഴിഞ്ഞ കസേരകളായിരുന്നു പമ്പയിൽ ഉണ്ടായിരുന്നത്. അതിനൊക്കെയുള്ള മറുപടിയാണ് പന്തളത്ത് ഈ ബദൽ സംഗമത്തിലൂടെ സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ സംഗമത്തിലുടനീളം വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. വളരെ ആളുകളെ ഈ സംഗമത്തിൽ എത്തിക്കാൻ സംഘപരിവാർ സംഘടനകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ 5000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കുമെന്നതാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം 120-ഓളം സമുദായ സംഘടനകളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കുമെന്ന ഒരു അവകാശവാദവും ഈ സംഘാടകർ ഉന്നയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുയർന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കും. ഈ സെമിനാറുകളിൽ ഉയർന്നു വന്ന
നിർദ്ദേശങ്ങളൊക്കെ തന്നെ അത് റിപ്പോർട്ടായി ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കുമെന്നതാണ് ഇപ്പോൾ ഈ സംഘാടകരടക്കം പറയുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ സെമിനാറുകൾ അവസാനിക്കും. ശബരിമലയുടെ സുരക്ഷയും വികസനവും വിശ്വാസവും എന്ന വിഷയത്തിലാണ് സെമിനാറുകൾ നടക്കുന്നത്. ഈ സെമിനാറുകൾക്ക് ശേഷമായിരിക്കും പൊതുസമ്മേളനത്തിലേക്ക് കടക്കുക. ഈ പൊതുസമ്മേളനത്തിൽ ഉൾപ്പെടെ ഈ സർക്കാരിനെയും CPM-നെയും രൂക്ഷമായി വിമർശിക്കുന്ന പ്രതികരണങ്ങളാണ് ഇതിനോടകം തന്നെ വന്നിട്ടുള്ളത്. വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തിലും ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കുന്ന ഒരു സംഗമമല്ല നടന്നിട്ടുള്ളത്. ഈ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ തന്നെ അതിനെതിരായി പ്രവർത്തിച്ചവരാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. അതിനുള്ളൊരു പാപഭാരമാണ് കഴിഞ്ഞ ദിവസം പമ്പയിൽ നടന്നതെന്നുള്ള വിമർശനം ഉൾപ്പെടെ BJP നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. ആ വിമർശനങ്ങളായിരിക്കും വരുന്ന പൊതുസമ്മേളനത്തിലും ഉയർന്നു കേൾക്കുന്നത്. എന്തായാലും വലിയ ജനപങ്കാളിത്തം ഈ പന്തളത്തെ ശബരിമല സംരക്ഷണ സമ്മേളനത്തിനുണ്ട്. വിജയകുമാർ. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് പന്തളത്ത്. പുതുക്കിയ H1B വിസ ഫീസ് പ്രാബല്യത്തിലായി. നിലവിലെ വിസ ഉടമകൾക്ക് പുതിയ നിരക്ക് ബാധകമാവില്ല. ടെക് കമ്പനികൾ വിസ ദുരുപയോഗം ചെയ്തതുമൂലമാണ് ഫീസ് ഉയർത്തിയത് എന്ന ന്യായീകരണവുമായി വൈറ്റ് ഹൗസ് രംഗത്തെത്തി. H1B വിസയ്ക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിലായി. പുതിയ വിസ അപേക്ഷകൾക്കാണ് ഫീസ് വർധന ബാധകമാവുക. ഈ വിഭാഗത്തിൽ നിലവിൽ വിസ കയ്യിലുള്ളവരുടെ യാത്രകളെ തീരുമാനം ബാധിക്കില്ലെന്ന് അമേരിക്കൻ പൗരത്വ കുടിയേറ്റ വകുപ്പ് അറിയിച്ചിരുന്നു. 2023 നൽകിയ H1B വിസകളിൽ 72% ഇന്ത്യക്കാർക്കാണ് ലഭിച്ചത്. അതുകൊണ്ടുതന്നെ അമേരിക്കയിൽ തൊഴിൽ തേടുന്ന ഇന്ത്യക്കാർക്ക് തീരുമാനം തിരിച്ചടിയാകും. നിരക്ക് വർധന പ്രാബല്യത്തിലായതോടെ കാനഡയിലോ മെക്സിക്കോയിലോ പുതിയ ജീവനക്കാരെ നിയമിക്കാൻ കമ്പനികൾ ശ്രമിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം വിസ ഫീസ് ഉയർത്തിയതിൽ വിശദീകരണവുമായി വൈറ്റ് ഹൌസും രംഗത്തെത്തി. H1B വിസകൾ ടെക് കമ്പനികൾ ദുരുപയോഗം ചെയ്തതിന്റെ കണക്കുകൾ ഉദ്ധരിച്ചാണ് വൈറ്റ് ഹൌസിന്റെ ന്യായീകരണം. അമേരിക്കൻ ടെക്കുകളുടെ തൊഴിൽ നഷ്ടത്തിന് പ്രധാന കാരണം H1B വിസകളാണെന്ന് പറയുന്നു. അമേരിക്കക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട് കുറഞ്ഞ വേതനത്തിൽ വിദേശികളെ നിയമിക്കുന്നുവെന്നാണ് ആരോപണം. 5189 H1B വിസകൾ ലഭിച്ച കമ്പനി അതിനുശേഷം 16,000 അമേരിക്കക്കാരെ പിരിച്ചുവിട്ടെന്ന് വൈറ്റ് ഹൌസിന്റെ പ്രസ്താവനയിൽ പറയുന്നു. വിദേശികളുടെ നിയമനം മൂലം 40,000 അമേരിക്കൻ ടെക്കുകൾക്ക് ജോലിയില്ലാതായെന്നും വസ്തുതാപത്രത്തിലുണ്ട്. അമേരിക്കൻ കമ്പ്യൂട്ടർ സയൻസ് ബിരുദധാരികൾക്കിടയിൽ 6.1%, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കിടയിൽ 7.5% തൊഴിലില്ലായ്മ ഉയർന്നെന്ന കണക്കുകളും പങ്കുവയ്ക്കുന്നുണ്ട് വൈറ്റ് ഹൌസ്. ബിസിനസ് ഡെസ്ക് 24. SDPI പ്രവർത്തകൻ ഷാൻ വധക്കേസിൽ 4 പ്രതികൾക്ക് ജാമ്യം നൽകി സുപ്രീം കോടതി. ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. അഭിമന്യു, അതുൽ, സനന്ദ, വിഷ്ണു എന്നിവർക്കാണ് ജാമ്യം. ജാമ്യം നൽകുന്നത് സമാധാന അന്തരീക്ഷത്തെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ ജാമ്യത്തെ എതിർത്തിരുന്നു. നീതി ലഭിച്ചില്ല എന്നാണ് ഷാനിന്റെ പിതാവ് സലീമിന്റെ പ്രതികരണം. എൻ്റെ മകനെ ഇവർ കൊല ചെയ്തിട്ട് 4 വർഷമാകുക. ഈ 4 വർഷമായിട്ട് ആ വിചാരണ പോലും ശരിയായ രീതിയിൽ നടക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. ഇവിടെ 2 നീതി തന്നെയാണ്. ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഓട്ടോറിക്ഷക്കാരനും എൻ്റെ മകനായിരുന്നു എൻ്റെ ആശ്രയം. അവനെ കൊന്നിട്ട് നീതി ലഭിക്കണമല്ലോ. എൻ്റെ മകനെ കൊല ചെയ്തവർക്ക് നീതി ലഭിക്കുന്നില്ല. അവർക്ക് ജാമ്യം കൊടുക്കുന്നത് ഹൈക്കോടതി ജാമ്യം കൊടുത്തു, ഇപ്പോൾ സുപ്രീം കോടതി ജാമ്യം കൊടുത്തു. പക്ഷേ സുപ്രീം കോടതി ജാമ്യം കൊടുത്തതിൽ എനിക്ക് പരാതിയില്ല. എൻ്റെ മകൻ്റെ കേസുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് വിചാരണ ചെയ്ത് പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാക്കണം. അന്നേരം സാധാരണക്കാരന് നീതി ലഭിക്കുന്നു, തുല്യ നീതി ലഭിക്കണം. PC നിയമനവുമായി ബന്ധപ്പെട്ട കേസിൽ ഗവർണർക്ക് കോടതി ചെലവ് നൽകുന്നത് തടയാൻ CPM സിൻഡിക്കേറ്റ് ചേരാതെ പണം നൽകരുത് എന്ന് സാങ്കേതിക സർവകലാശാല VCക്ക് CPM MLA-മാരായ IB സതീഷും സച്ചിൻ ദേവും കത്തയച്ചു. അതേസമയം സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC നിയമന പ്രക്രിയയിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്ന ഗവർണറുടെ ആവശ്യം അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല. VC നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ നടത്തിയ കേസുകൾക്ക് ചെലവായ തുക സർവകലാശാലകൾ നൽകണമെന്നാണ് രാജ്ഭവന്റെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് കേരള സാങ്കേതിക സർവകലാശാലയ്ക്കും ഡിജിറ്റൽ സർവകലാശാലയ്ക്കും ഗവർണർ കത്തയച്ചിരുന്നു. 11 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. ഈ തുക നൽകുന്നത് തടയാനുള്ള ശ്രമങ്ങൾ CPIM ആരംഭിച്ചു. സിൻഡിക്കേറ്റിന്റെ അനുമതിയില്ലാതെ ചാൻസലർ ആവശ്യപ്പെട്ട തുക പാസാക്കുകയോ അനുവദിക്കുകയോ ചെയ്യരുതെന്ന് കാണിച്ച് സിൻഡിക്കേറ്റ് അംഗങ്ങളായ MLA-മാർ സാങ്കേതിക സർവകലാശാല VCക്ക് കത്തയച്ചു. ഏതെങ്കിലും തരത്തിൽ പണം അനുവദിച്ചാൽ നടപടി ചട്ടവിരുദ്ധമായി കണക്കാക്കുമെന്നും കത്തിൽ പറയുന്നു. MLA-മാരായ IB സതീഷും സച്ചിൻ ദേവുമാണ് കത്തയച്ചത്. ഇക്കാര്യം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയെയും അറിയിച്ചിട്ടുണ്ട്. ഗവർണറുടെ കത്ത് പരിഗണിച്ച് പണം അനുവദിക്കാനുള്ള ശ്രമങ്ങൾ സാങ്കേതിക സർവകലാശാല താൽക്കാലിക VC K ശിവപ്രസാദ് ആരംഭിച്ചിരുന്നു. അതേസമയം സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC നിയമന പ്രക്രിയയിൽ നിന്ന്
മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്ന ഗവർണറുടെ അപേക്ഷ അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. സെർച്ച് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്ന ശേഷം ഗവർണറുടെ പുതിയ അപേക്ഷ പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. കേരള സർവകലാശാലയിൽ സെനറ്റ് യോഗം വിളിച്ച് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. നവംബർ 1 സിൻഡിക്കേറ്റ് യോഗം ചേരുമെന്നാണ് അംഗങ്ങൾക്ക് അറിയിപ്പ് ലഭിച്ചത്. ചാൻസലർ കൂടിയായ ഗവർണർ യോഗത്തിൽ പങ്കെടുത്തേക്കും. എന്നാൽ VC മോഹനൻ കുന്നുമ്മൽ ചട്ടം മറികടന്നാണ് സെനറ്റ് യോഗം വിളിച്ചത് എന്നാണ് ആരോപണം. 4 മാസത്തിലൊരിക്കൽ സെനറ്റ് യോഗം ചേരണമെന്ന വ്യവസ്ഥ VC മറികടന്നു എന്ന് ഇടതുപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അവസാന സെനറ്റ് യോഗം ചേർന്നത് ജൂൺ 17-നാണ്. ഒക്ടോബർ 16-ന് 4 മാസ കാലാവധി അവസാനിക്കും. ഈ ചട്ടം മറികടന്ന് നവംബർ 1-നാണ് VC സെനറ്റ് യോഗം വിളിച്ചിരിക്കുന്നത്. ഗവർണർ പങ്കെടുക്കേണ്ടതിനാലാണ് യോഗം വിളിച്ചതെന്നാണ് VCയുടെ വിശദീകരണം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ്. പാക് പ്രവിശ്യയിൽ പാകിസ്ഥാൻ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ 30 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടത്. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാനാണ് ഖൈബർ പക്തൂൺഖയിൽ ആക്രമണം നടത്തിയത് എന്നാണ് പാക് വ്യോമസേനയുടെ പ്രതികരണം. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. جرنا بموری کردیم. کور لگه دلیم کمال خزم و شمان پنځلش پرس کا سونداج کم نالگی دلی دی بکی ټول خاتم نه صلاح د حفاظت وکي کی بمنیار تو ودی دا کله د خپل کمال. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ഇത് ആരെ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം നടന്നത്? ഔദ്യോഗികമായി പാക് വ്യോമസേന എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ ഇക്കാര്യത്തിൽ? വിജയകുമാർ, ഇത് പാകിസ്ഥാനിലെ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയാണ് ഈ ഖൈബർ പക്തൂൺഖ എന്ന് പറയുന്നത്. പാകിസ്ഥാനുള്ളിൽ തന്നെയാണ്. അവിടേക്കാണ് പാകിസ്ഥാൻ വ്യോമസേന ഇന്നിപ്പോൾ അവരുടെ 8 ബോംബുകൾ വർഷിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും തിറ ഗ്രാമത്തിലേക്കാണ് ഈ 8 ബോംബുകൾ വർഷിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ പ്രധാന കാരണമായി പാകിസ്ഥാൻ വ്യോമസേന തന്നെ പറയുന്നത് ഇവിടെ ഭീകരവിരുദ്ധ കേന്ദ്രങ്ങൾ, ഭീകര ക്യാമ്പുകൾ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. പിന്നീട് വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ഏറ്റവും കൗതുകമുള്ള കാര്യമാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങളിലേക്കാണ് ഇന്ത്യൻ വ്യോമസേന ആക്രമണം നടത്തിയത്. അതിനുശേഷം ആ ഭീകര ക്യാമ്പുകൾ, അതായത് ഹിസ്ബുൾ മുജാഹിദീൻ അടക്കമുള്ള വലിയ ഭീകര സംഘടനകളുടെ ക്യാമ്പുകൾ ഈ ഖൈബർ പക്തൂൺഖയിലേക്ക് മാറ്റിയിരുന്നു. ആ ക്യാമ്പുകൾ ആക്രമിക്കാനാണ് പാകിസ്ഥാൻ വ്യോമസേന, അല്ലെങ്കിൽ ആ ഭീകരവാദ ക്യാമ്പുകളെ ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ വ്യോമസേന ആക്രമണം നടത്തിയതെന്നാണ് ഇപ്പോൾ പറയുന്നത്. കഴിഞ്ഞ ജനുവരി മുതൽ, അതായത് 8 മാസത്തിനിടയിൽ ഏതാണ്ട് 8ഓളം ആക്രമണങ്ങൾ ഇതേ മേഖലയിൽ നിന്നും പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പാകിസ്ഥാൻ സൈന്യത്തിന് തന്നെ ഭീഷണിയാവുന്ന തരത്തിൽ പാകിസ്ഥാനകത്ത് തന്നെ ഏതാണ്ട് ഭീകര കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് പാകിസ്ഥാൻ വ്യോമസേന തന്നെ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇവിടെ കൊല്ലപ്പെട്ടത് സ്ത്രീകളും കുട്ടികളുമാണ്. ഏതാണ്ട് 30ഓളം പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു ഈ ആക്രമണത്തിൽ. അതിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളുമാണ്. ഈ ദൃശ്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അത് ആളുകൾ താമസിക്കുന്ന സ്ഥലമായിരുന്നു, ജനവാസ കേന്ദ്രമായിരുന്നു. അവിടെയാണ് വ്യോമാക്രമണം നടത്തിയിട്ടുള്ളത്. ഇത് ഭീകരവാദ കേന്ദ്രങ്ങളാണെന്ന് പാകിസ്ഥാൻ സൈന്യം തന്നെ സമ്മതിക്കുന്നു. അവരുടെ രാജ്യമാണ്, അവരുടെ പ്രവിശ്യയാണ്. അവിടുത്തെ പെഷവാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവിശ്യ കൂടിയാണ് ഖൈബർ പക്തൂൺഖ. അങ്ങനെ പാകിസ്ഥാനുള്ളിൽ തന്നെ ഈ ആക്രമണം കൊണ്ട് ഏതാണ്ട് വെളിവായി വരുന്നത്, അല്ലെങ്കിൽ വ്യക്തമാകുന്നത് പാകിസ്ഥാനുള്ളിൽ ഭീകരവാദ കേന്ദ്രങ്ങളുണ്ടെന്ന് പാകിസ്ഥാൻ വ്യോമസേന തന്നെ സമ്മതിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ കൊല്ലപ്പെട്ടത് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകളാണ്. എന്തായാലും പാകിസ്ഥാൻ വ്യോമസേന ഇന്ന് പുലർച്ചയോടുകൂടി ഈ ഖൈബർ പക്തൂൺഖയിൽ വ്യോമാക്രമണം നടത്തുന്നു. 8 ബോംബുകൾ വർഷിക്കുന്നു. 30 പേർ കൊല്ലപ്പെടുന്നു. പാകിസ്ഥാൻ തന്നെ സമ്മതിക്കുന്ന തരത്തിലേക്ക്, പാകിസ്ഥാനുള്ളിൽ ഭീകര കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പാകിസ്ഥാൻ സമ്മതിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു വിശദീകരണം, ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഈ മേഖലയിലേക്കാണ്, ഈ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ ശേഷം ഈ മേഖലയിലേക്കാണ് പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഭീകര സംഘടനകളെല്ലാം അവരുടെ പ്രവർത്തന കേന്ദ്രം മാറ്റുന്നത്. ഇന്ത്യൻ സൈന്യത്തിൻ്റെയും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെയും കണ്ണിൽ പെടാതിരിക്കാൻ ഇവിടേക്ക് മാറുന്നു. അതായത് പാകിസ്ഥാൻ്റെ വടക്ക് പടിഞ്ഞാറൻ മേഖല എന്ന് പറയുന്നത് ഇന്ത്യക്ക് കുറച്ചും കൂടി അപ്രാപ്യമായ മേഖലയാണ് എന്നുള്ളത് കൊണ്ട് അവിടേക്ക് കേന്ദ്രം മാറ്റിയിരിക്കുന്നു എന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. എന്തായാലും 30 പേർ കൊല്ലപ്പെട്ടു. ഇനിയും മരണസംഖ്യ വർദ്ധിക്കാനാണ് സാധ്യത. കുട്ടികളുടെ അടക്കം ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് കാണിക്കാൻ കഴിയില്ല. വളരെ ദാരുണമായ ദൃശ്യങ്ങളാണ് ഈ ആക്രമണത്തിന്റെ ഭാഗമായി പുറത്തു വരുന്നത്. വിജയകുമാർ. യെസ്, ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ദൃശ്യങ്ങൾ വളരെ ഡിസ്റ്റർബിംഗ് ആണ് എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുട്ടികളുടെയൊക്കെ മൃതദേഹങ്ങൾ ഇങ്ങനെ ചിതറിക്കിടക്കുന്നു എന്നാണ് അവിടെ നിന്ന് റിപ്പോർട്ടുകൾ വരുന്നത്. സിവിലിയൻ മേഖല, ഒരു ഗ്രാമപ്രദേശത്തെ ജനവാസ മേഖലയിൽ ഇന്ന് പുലർച്ചെ 2 മണിക്ക് പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ ബോംബാക്രമണം നടത്തി. അവരുടെ പ്രവിശ്യയിൽ തന്നെ ഭീകരവിരുദ്ധ നീക്കം എന്ന് പറയുന്നു. ശ്രീജിത്ത്, ഇതിൽ ഈ മേഖലയിലേക്ക് ഇപ്പോൾ ഈ ഹിസ്ബുൾ മുജാഹിദീൻ ഉൾപ്പെടെ അവിടേക്ക് അവരുടെ ക്യാമ്പുകൾ മാറ്റിയെന്ന് പറയുമ്പോൾ ആ ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ഇപ്പോഴത്തെ നിലയിൽ ഒരു ആക്രമണം നടത്തി എന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ആ മേഖലയിൽ മറ്റേതെങ്കിലും ഭീകര ഗ്രൂപ്പുകൾ, പാകിസ്ഥാൻ സേനയ്ക്കെതിരെ നീക്കം നടത്തുന്ന ഗ്രൂപ്പുകളുടെ ക്യാമ്പുകൾ ഉണ്ടായിരുന്നോ എന്നത് സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ
ഈ മാധ്യമങ്ങൾ നൽകുന്നുണ്ടോ? നമ്മൾ ഒറ്റ നോട്ടത്തിൽ അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊന്നും കിട്ടുന്നില്ല. തന്നെയല്ല, മരിച്ചതൊക്കെ സിവിലിയൻ ഗ്രാമവാസികളാണ് എന്നാണ് അവിടെ നിന്ന് നാട്ടുകാർ തന്നെ പറയുന്നത്. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഈ ഭീകര സംഘടനകളെല്ലാം അവരുടെ കേന്ദ്രങ്ങൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് അതിനായിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കാനായിട്ട് തുടങ്ങിയിരുന്നു. അതിൽ ഹിസ്ബുൾ മുജാഹിദീനും ലഷ്കർ ഇ തോയ്ബയും എല്ലാം വളരെ വലിയ രൂപത്തിൽ പള്ളികളിലൂടെ, അതായത് പള്ളികൾ സ്ഥാപിച്ചുകൊണ്ട് അവിടെ പള്ളികൾ സ്ഥാപിക്കുന്നതിനായി ഫണ്ടുകൾ സ്വരൂപിക്കുന്നതിനായിട്ട് ശ്രമം തുടങ്ങിയിരുന്നു. ഇത്തരം പള്ളികൾ കേന്ദ്രീകരിച്ചാണ്, നമുക്കറിയാം, മുരടിക്കയെല്ലാം ലഷ്കർ ഇ തോയ്ബയുടെ കേന്ദ്രമായ മുരടിക്കയെല്ലാം വലിയ പള്ളികൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരം കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നതെന്നാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ തന്നെ വ്യക്തമാക്കിയിരുന്നത്. അങ്ങനെ ഈ പുതിയ കേന്ദ്രങ്ങൾ കണ്ടെത്തി പുതിയ കേന്ദ്രങ്ങളിലേക്ക് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനും അല്ലെങ്കിൽ ആ രൂപത്തിൽ പ്രവർത്തനം ശക്തിപ്പെടുത്താനും അവരുടെ കേന്ദ്രങ്ങളായി വളർത്തിയെടുക്കാനും ശ്രമം തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരു കേന്ദ്രത്തിലേക്കാണ് ഇപ്പോൾ ആക്രമണം നടത്തിയതെന്നാണ് പാകിസ്ഥാൻ സേന പറയുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിന് തന്നെ ഈ പ്രദേശം അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാകുന്നു. പാകിസ്ഥാൻ സൈന്യത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഭീകര സംഘടനകൾ വളർന്നു വരുന്നു. ഇതിൻ്റെ മറുവശം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതും ഈ ഇന്ത്യയോട് ചേർന്ന് നിന്ന പ്രദേശങ്ങളിലാണ് ഭീകര സംഘടനകൾ പ്രവർത്തിക്കുകയും അത് ഇന്ത്യക്കാരും ദോഷകരമായി ബാധിച്ചിരുന്നത്. ഇതിപ്പോൾ പാകിസ്ഥാന്റെ പ്രവേശിക്കകത്ത് പാകിസ്ഥാനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന ഭീകര കേന്ദ്രമാണ്. അത് പല രൂപത്തിൽ പാകിസ്ഥാൻ സൈന്യത്തെ ബാധിക്കുമെന്ന് പാകിസ്ഥാൻ സൈന്യം മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ആക്രമണം നടത്തിയതെന്നാണ് പാകിസ്ഥാൻ സൈന്യം പറയുന്നത്. അതായത് നേരത്തെ ഇന്ത്യയോട് ചേർന്ന് അല്ലെങ്കിൽ പാക് ഒക്കുപൈഡ് കാശ്മീർ എന്ന് പറയുന്ന പ്രദേശത്ത് പ്രവർത്തിച്ചിരുന്ന 9 കേന്ദ്രങ്ങളാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. അതാണ് ഇല്ലാതാക്കിയത്. ഇനി ഇവർക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഇന്ത്യയോട് ചേർന്ന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുകയും ആ പ്രദേശങ്ങളിൽ ഇനി ഭീകര കേന്ദ്രങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ വലിയ സമയവും സാമ്പത്തിക ചെലവും കൂടുതലാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കേന്ദ്രത്തിലേക്ക് ഇവർ പ്രവർത്തനം മാറ്റിയതെന്നാണ് പാകിസ്ഥാൻ സേന അനൗദ്യോഗികമായി പറയുന്നത്. എന്തായാലും അവിടേക്ക് ആക്രമണം നടത്തുക എന്നുള്ളത് പാകിസ്ഥാൻ സൈന്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ നിലനിൽപ്പിന്റെ ആവശ്യമായിരുന്നു. കഴിഞ്ഞ ജനുവരി മുതൽ ഏതാണ്ട് 300ഓളം പേർ, ഈ പാകിസ്ഥാനുള്ളിൽ തന്നെ 300ഓളം പേർ, അതിൽ സൈനികരുണ്ട്, അല്ലാതെയുള്ള ആളുകളുണ്ട്, അങ്ങനെ സിവിലിയൻസ് ഉണ്ട്, അങ്ങനെ അവരെ 300ഓളം പേരാണ് കഴിഞ്ഞ ജനുവരി മാസം മുതൽ ഈ കേന്ദ്രത്തിൽ നിന്ന്, അതായത് ഖൈബർ പഖ്തൂൺഖയിലെ ഈ ആക്രമണം നടത്തിയെന്ന് പറയപ്പെടുന്ന കേന്ദ്രത്തിൽ നിന്ന് ഉള്ള ആക്രമണത്തിന്റെ ഭാഗമായി പാകിസ്ഥാനുള്ളിൽ തന്നെ കൊല്ലപ്പെട്ടത്. അതുകൊണ്ടാണ് ഇത്തരമൊരു നടപടി വേണ്ടി വന്നതെന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്ന വിവരം. ജയകുമാർ. യെസ്, ശ്രീജിത് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില സംബന്ധിച്ചൊന്നും ഒരു വിവരവുമില്ല എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തത്. മരണസംഖ്യ ഇനിയും കൂടുമെന്ന ആശങ്കയും അവിടുത്തെ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ഇടുക്കിയിൽ വീണ്ടും അപകടയാത്ര. ഈരാറ്റുപേട്ട വാഗമൺ റോഡിലാണ് സംഭവം. കാറിന്റെ ഡോറിൽ എഴുന്നേറ്റ് നിന്ന യുവതിയുടെ സാഹസിക യാത്രയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും. രാഹുൽ, ഇത് എപ്പോഴായിരുന്നു ഈ സംഘം ഇങ്ങനെ യാത്ര നടത്തിയത്? തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എവിടെ നിന്നുള്ളവരാണ്? അത്തരം വിവരങ്ങൾ ലഭ്യമാണോ? വിജയകുമാർ, ഇന്നലെ വൈകിട്ടാണ് ഈ അപകട യാത്ര നടന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടൂർ രജിസ്ട്രേഷനുള്ള ഒരു ഹോണ്ട അമേസ് കാറിലാണ് ഒരു യുവതി ശരീരം പുറത്തേക്കിട്ട് അതിൽ നിന്ന് ഈ സൈഡ് ഡോറിലൂടെ എഴുന്നേറ്റ് നിന്ന് യാത്ര ചെയ്യുന്നത്. ഒരു ചെറിയ വഴിയാണ്, 2 വാഹനങ്ങൾക്ക് കഷ്ടിച്ച് കടന്നു പോകാൻ പറ്റുന്ന വിധത്തിലുള്ള വഴിയാണ്. അവിടെ ഇത്തരത്തിലുള്ളൊരു സാഹസികത കാണിച്ചാൽ അത് വലിയ അപകടം വിളിച്ചു വരുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത് പിന്നാലെ വന്ന ഒരു ആംബുലൻസിന്റെ CCTVയിലാണ്. അതാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുതെന്ന് പലതവണ മോട്ടോർ വാഹന വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. മാത്രമല്ല ഇത്തരം നിരവധി വാർത്തകൾ വന്നിട്ടുള്ളതുമാണ്. അപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഈ അപകടയാത്ര പിന്നെയും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്ചര്യപ്പെടുന്ന കാര്യം. മാത്രമല്ല ഒരു ഫാമിലിയാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ആ കാറിനുള്ളിൽ മറ്റ് 2 കുട്ടികളെയും കൂടി കാണാനുണ്ട്. അത്തരത്തിൽ പോകുന്ന ആളുകൾ ഇങ്ങനെ ഒരു അപകടയാത്ര നടത്തുന്നതിന്റെ സാഹചര്യം അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. കർശനമായിട്ടുള്ള നടപടി കൂടി ഈ വാഹന ഉടമയ്ക്കെതിരെയും അതുപോലെ തന്നെ ഈ സാഹസിക യാത്ര നടത്തിയവർക്കെതിരെയും ഉണ്ടാകണമെന്നുള്ളതാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. വിജയകുമാർ. യെസ്, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് കട്ടപ്പനയിൽ നിന്ന്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. CPM നേതാവ് KJ ഷൈൻ നൽകിയ അധിക്ഷേപ പരാതിയിൽ പ്രതിയായ കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ പോലീസ് പരിശോധന. ഗോപാലകൃഷ്ണന്റെ വീട്ടിലാണ് പ്രത്യേക അന്വേഷണ സംഘവും പടവൂർ പോലീസും ചേർന്ന് പരിശോധന നടത്തുന്നത്. പരിശോധനയിൽ ഒരു ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്. ആൻമരിയ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ആൻമരിയ, ഈ പ്രതി ഗോപാലകൃഷ്ണൻ ഒളിവിലാണ് എന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നു. വീട്ടിലെ പരിശോധനയിൽ എന്തൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്? എന്താണ് പോലീസ് നൽകുന്നത് വിവരം?
വിജയകുമാർ, അല്പസമയങ്ങൾക്ക് മുൻപാണ് ഗോപാലകൃഷ്ണന്റെ വീട്ടിലെ പോലീസിന്റെ പരിശോധന ആരംഭിക്കുന്നത്. അത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലും പറവൂർ സിഐഡി ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിലുമാണ് ഇപ്പോൾ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ പരിശോധന നടക്കുന്നത്. കെ ജെ ഷൈൻ നൽകിയ പരാതിയിൽ ആദ്യഘട്ടത്തിൽ പോലീസ് കേസെടുക്കുകയും അതിവേഗത്തിൽ തന്നെ അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ പരാതിക്ക് തൊട്ടു പിന്നാലെയാണ് വൈപ്പിൻ MLA-യും കേസിൽ സമാനമായിട്ടുള്ള രീതിയിൽ പരാതി നൽകുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലും പോലീസ് അന്വേഷണം ആരംഭിക്കുന്നുണ്ടായിരുന്നു. ഈ ആലുവ സൈബർ സ്റ്റേഷനിലേക്ക് ആ രണ്ട് പരാതികളും കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഗോപാലകൃഷ്ണന്റെ ഭാര്യയും മറ്റൊരു സഹോദരിയും ഈ പറവൂർ പോലീസ് സ്റ്റേഷനിലെത്തി ഇവർക്കെതിരെ നൽകുന്ന സൈബർ ആക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരാതി നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ ഇപ്പോൾ പോലീസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന നടക്കുന്നത്. ഈ പരിശോധനയിൽ ഗോപാലകൃഷ്ണന്റെ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഗോപാലകൃഷ്ണൻ ഈ കേസെടുത്തതിന് തൊട്ടു പിന്നാലെ ഒളിവിൽ പോയിട്ടുണ്ട്. ഇദ്ദേഹത്തെ കണ്ടുപിടിക്കുന്നതിനുള്ള അന്വേഷണവും പോലീസ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. മറ്റൊരു കാര്യം ഇതിനകത്ത് പറയാനായിട്ടുള്ള 100-ലധികം ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള മെറ്റയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ചായിരിക്കും പോലീസിന്റെ തുടർന്നുള്ള നീക്കങ്ങൾ. എന്തായാലും കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഗോപാലകൃഷ്ണൻ നിലവിൽ ഇപ്പോൾ ഒളിവിലാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ഫോൺ ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമായിരിക്കും അറസ്റ്റിലേക്ക് കടക്കുക എന്നുള്ള കാര്യം ആദ്യഘട്ടത്തിൽ തന്നെ മുനമൻ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിലാണ് ഇപ്പോൾ ഈ ഒന്നാം പ്രതിയായിട്ടുള്ള ആളുടെ വീട്ടിൽ പോലീസിന്റെ പരിശോധന നടക്കുന്നു. 1ഉം 2ഉം പ്രതികൾ ഒളിവിലാണ്. ഇനി രണ്ടാം പ്രതിയുടെ വീട്ടിലേക്കും പരിശോധന ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഫോണാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. മറ്റു കാര്യങ്ങൾ ഇവരുടെ ഭാര്യയുടെ ഉൾപ്പെടെയുള്ള മൊഴികൾ ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വിജയകുമാർ. അൻമരിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഡോക്ടർ ബി അശോകിന്റെ സ്ഥാനമാറ്റത്തിലെ സർക്കാർ ഹർജി മുൻഗണന നൽകി പരിഗണിക്കാൻ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. സ്ഥാനമാറ്റത്തിൽ ഗവർണറെ കക്ഷി ചേർത്ത ബി അശോകിന്റെ നടപടിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ തീരുമാനമെടുക്കട്ടെ എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഗവർണറെ കക്ഷി ചേർത്ത നടപടിയും സർക്കാർ കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു. കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോകിനെ PRD-യിലേക്ക് മാറ്റിയ നടപടി സ്റ്റേ ചെയ്ത കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവ് ചോദ്യം ചെയ്താണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. സ്ഥാനമാറ്റം ചട്ടങ്ങൾ പാലിച്ചാണ് നടത്തിയത്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് വിഷയത്തിൽ ഇടപെടാൻ അധികാരമില്ലെന്നും സർക്കാർ ചൂണ്ടിക്കാണിച്ചു. ഗവർണറെ കക്ഷി ചേർത്ത ബി അശോകിന്റെ നടപടി ഭരണഘടനാ വിരുദ്ധമെന്നും സർക്കാർ പറഞ്ഞു. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് മുന്നിലുള്ള വിഷയമായതിനാൽ കോടതി ഹർജിയുടെ വിശദാംശങ്ങളിലേക്ക് കടന്നില്ല. ട്രൈബ്യൂണൽ തീരുമാനത്തിന് ശേഷം ഇടപെടാമെന്നാണ് കോടതി നിലപാട്. ഹർജി ഹൈക്കോടതി അടുത്തയാഴ്ച പരിഗണിക്കാൻ മാറ്റി. ബി അശോക് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നൽകിയ ഹർജി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. 24 കൊച്ചി. വികസന സദസ്സ് ബഹിഷ്കരിക്കുന്നതിൽ പ്രതിപക്ഷത്തിന് വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വികസനം സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ തുറന്ന മനസ്സോടെ ചർച്ച നടത്താമെന്നും ചിലരിൽ ആ തുറന്ന മനസ്സ് കാണുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വികസന സദസ്സിനോട് മുഖം തിരിച്ചു നിൽക്കുന്നത് ശരിയായ സമീപനമാണോ എന്ന് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തോട് ചോദിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാർ സംഘടിപ്പിക്കുന്ന വികസന സദസ്സ് ബഹിഷ്കരിക്കാൻ UDF തീരുമാനിച്ചിരുന്നു. ഇതിനുള്ള മറുപടിയാണ് സദസ്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിൽ വെച്ച് മുഖ്യമന്ത്രി നൽകിയത്. രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായം പറയാനും തർക്കിക്കാനും നിരവധി അവസരങ്ങളുണ്ട്. എന്നാൽ അവയൊന്നും നാടിന്റെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ മാറാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. പാർലമെന്ററി ഭാഷയിൽ പറഞ്ഞാൽ പ്രതിപക്ഷത്തിരിക്കുന്നവർ അവർക്ക് നാടിന്റെ വികസന പ്രക്രിയയിൽ ഒരു പങ്കുമില്ലേ? നാട് നമ്മുടെ എല്ലാവരുടേതുമല്ലേ? ഞങ്ങൾ സ്വീകരിക്കുന്ന സമീപനം എല്ലാവരും ഇതിൽ പങ്കാളിത്തം വഹിക്കണമെന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണല്ലോ ചർച്ച ചെയ്യുക. ആ ചർച്ച തുറന്ന മനസ്സോടെ നടത്താലോ. സർക്കാർ എന്ന നിലയിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന കാര്യത്തിൽ ഒരു തരത്തിലുള്ള വേർതിരിവും കാണിച്ചിട്ടില്ല. എന്നാൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാനത്തോടുള്ള പ്രതികരണം ഇതല്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സർക്കാരിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും വികസന നേട്ടങ്ങൾ പ്രചരിപ്പിക്കുന്നതിനാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് വികസന സദസ്സ് സംഘടിപ്പിക്കുന്നത്. UDF ബഹിഷ്കരണം പ്രഖ്യാപിച്ചതോടെ അവർ ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ സദസ്സ് നടക്കാൻ ഇടയില്ല. 24 തിരുവനന്തപുരം. വയനാട് കോൺഗ്രസിലെ സംഘടനാ പ്രശ്നങ്ങളിൽ തുറന്നടിച്ച് DCC അധ്യക്ഷൻ ND അപ്പച്ചൻ. വിവാദങ്ങൾക്ക് പിന്നിൽ വ്യക്തിപരമായി ദ്രോഹിക്കാനുള്ള നീക്കം എന്നാണ് കുറ്റപ്പെടുത്തൽ. തന്നെ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റാൻ നീക്കമില്ല. സംഘടനാ പ്രശ്നങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കുന്നതാണ് എന്നും ND അപ്പച്ചൻ 24-നോട് പറഞ്ഞു. ND അപ്പച്ചനെ DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് പ്രതികരണം. എന്നെ മാറ്റണമെന്ന് ആരും, ഞാൻ എന്നാ മാറാൻ ആഗ്രഹിക്കുന്നത്? നാളെ മാറാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ മാറും, അല്ലെങ്കിൽ ഞാൻ മാറുകയില്ല. അതാണ് എൻ്റെ സ്ഥിതി. എനിക്കിതിൽ പിടിച്ചു തൂങ്ങി നിൽക്കുന്നൊരു ആഗ്രഹവുമില്ല. മുള്ളൻകൊല്ലിയിലെ പ്രശ്നങ്ങളടക്കം സംഘടനാ വിഷയങ്ങൾ പലതും ബോധപൂർവം ഉണ്ടാക്കിയെടുക്കുന്നതാണ് തന്നെ മോശക്കാരനാക്കുക എന്നാണ് ഉദ്ദേശം. എനിക്കെതിരെ വ്യക്തിപരമായി എന്നെ ആക്രമിക്കാൻ വേണ്ടി
എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി എൻ്റെ സംഘടനാ പ്രവർത്തനത്തെ തടയാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ചില പ്രശ്നങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഈ അടുത്ത കാലത്തായിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ജോണിൻ്റെയും NM വിജയൻ്റെയും ആത്മഹത്യയിൽ തനിക്ക് ഒരു ബന്ധവുമില്ല. ജോൺ മരിക്കുന്നതും അതുപോലെ തന്നെ അതിന് ശേഷം NM വിജയൻ മരിക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ട് എനിക്കൊരു പങ്കാളിത്തം അതിലില്ല. ഞാൻ ആ കാര്യങ്ങൾ ഇടപെട്ട ആളുമല്ല. പോലീസ് അന്വേഷണം നടന്നിട്ട് കുറ്റവാളി ആരാൻ ശിക്ഷിക്കട്ടെ അവർ. പ്രിയങ്ക ഗാന്ധി കാണാൻ സമ്മതിച്ചില്ല എന്ന വാർത്തയ്ക്ക് പിന്നിൽ ദ്രോഹിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ്. സാധാരണ പ്രവർത്തകനായി വന്നതാണ്. അവസാന ശ്വാസം വരെ പാർട്ടിക്കൊപ്പം തുടരുമെന്നും ND അപ്പച്ചൻ പറഞ്ഞു. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. തിരുവനന്തപുരം പേരൂർക്കട SAP ക്യാമ്പിലെ പോലീസ് ട്രെയിനി ആനന്ദിന്റെ ആത്മഹത്യയിൽ കുടുംബത്തിന്റെ വാദം തള്ളി DIGയുടെ അന്വേഷണ റിപ്പോർട്ട്. ആത്മഹത്യയിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് പ്രാഥമിക റിപ്പോർട്ടിലെ പരാമർശം. മരണത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും ADGPക്ക് കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരം പേരൂർക്കട SAP ക്യാമ്പിൽ പോലീസ് ട്രെയിനിയായ ആനന്ദ് ആത്മഹത്യ ചെയ്തത്. കൈഞ്ഞരമ്പ് മുറിച്ചുള്ള ആത്മഹത്യാ ശ്രമം പരാജയപ്പെട്ടതിന് പിന്നാലെ ആനന്ദ് തൂങ്ങി മരിക്കുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പിഴവില്ലെന്നാണ് DIGയുടെ റിപ്പോർട്ട്. ആദ്യ ആത്മഹത്യാ ശ്രമത്തിന് ശേഷം ആനന്ദിനെ പരിചരിച്ചതിലും ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായിട്ടില്ല. ആദ്യ ആത്മഹത്യാ ശ്രമത്തിന് ശേഷം ആശുപത്രിയിൽ പാർപ്പിക്കുന്നതായിരുന്നു ഉചിതം. എന്നാൽ ബാരക്കിൽ താമസിക്കണമെന്ന് ആനന്ദ് എഴുതി നൽകി. കൗൺസിലിംഗിന് ശേഷം ആനന്ദ് സന്തോഷവാനായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആനന്ദിനെ നിരീക്ഷിക്കാൻ 2 ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. എന്നാൽ ആദ്യത്തെ ആത്മഹത്യാ ശ്രമ വാർത്തകൾക്ക് താഴെ വന്ന ചില കമന്റുകൾ ആനന്ദിനെ അസ്വസ്ഥപ്പെടുത്തി. ആനന്ദിന് ആരുമായും സൗഹൃദമുണ്ടായിരുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. തനിക്ക് ആരുമായും പ്രശ്നങ്ങളില്ല എന്ന് നേരത്തെ മേലുദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നതായി റിപ്പോർട്ടിലുണ്ട്. SAP ക്യാമ്പിലെ മേലുദ്യോഗസ്ഥരുടെ പീഡനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കുടുംബത്തിന്റെ ആരോപണം തള്ളുന്നതാണ് റിപ്പോർട്ട്. എങ്കിലും വിശദമായ അന്വേഷണം നടത്തുമെന്നും DIG അരുൾകൃഷ്ണ ബറ്റാലിയൻ ADGPക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. സഹോദരന്റെ മൊഴി 2 ദിവസത്തിനകം രേഖപ്പെടുത്തും. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം തമ്പാനൂരിലെ ഹോട്ടലിൽ കാട്ടാക്കട സ്വദേശി ഗായത്രി കൊല്ലപ്പെട്ട കേസിൽ പ്രതി പ്രവീണിന് ജീവപര്യന്തം തടവ് ശിക്ഷ. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2022 മാർച്ചിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലീമ, അതിക്രൂരമായി ശ്വാസം മുട്ടിച്ചൊക്കെയാണ് ഈ കൊലപാതകം നടന്നത് എന്നന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. എന്താണിപ്പോൾ വിചാരണ കോടതി കണ്ടെത്തിയിരിക്കുന്നത്? വിജയകുമാർ, പോലീസ് കണ്ടെത്തിയ മുഴുവൻ തെളിവുകളും ശരിവെക്കുകയാണ് കോടതി. പ്രതിയെ കുറ്റക്കാരനെന്ന് നേരത്തെ വിധിച്ചിരുന്നു. അതിന് പിന്നാലെ ഇന്നിപ്പോൾ ശിക്ഷാവിധി കൂടി ഉണ്ടാവുകയാണ്. ജീവപര്യന്തം കഠിന തടവും ഒപ്പം തന്നെ 1 ലക്ഷം രൂപ പിഴയുമാണ് നിലവിൽ കോടതി വിധിച്ചിരിക്കുന്നത്. അക്കാലത്ത് തന്നെ ഏറെ പ്രമാദമായ കേസായിരുന്നു. 2022 മാർച്ച് 5-നായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷനിലെ ഒരു ലോഡ്ജിലെത്തിച്ച് ഈ പെൺകുട്ടിയെ ചുരിദാറിൻ്റെ ഷോൾ കഴുത്തിൽ കുരുക്കി ശ്വാസം മുട്ടിച്ചായിരുന്നു കൊലപ്പെടുത്തിയിരുന്നത്. ഈ ഗായത്രിയും ഒപ്പം തന്നെ പ്രതിയായ പ്രവീണും തമ്മിൽ സ്നേഹബന്ധത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇരുവരും ഒരേ സ്ഥാപനത്തിലെ ജീവനക്കാരായിരുന്നു. അതിനുശേഷം പിന്നാലെ ഈ പ്രവീൺ നേരത്തെ വിവാഹം കഴിഞ്ഞു എന്ന കാര്യം മറച്ചുവെച്ചായിരുന്നു ഈ ഗായത്രിയുമായി പ്രണയബന്ധത്തിലേക്ക് ഏർപ്പെട്ടത്. അതിന് പിന്നാലെ ഇക്കാര്യം അറിഞ്ഞെങ്കിലും പിന്നാലെ ഒരു പള്ളിയുടെ മുറ്റത്ത് വെച്ച് ഇരുവരും തമ്മിൽ താലി കെട്ടുകയും പിന്നാലെ പ്രവീണിൻ്റെ ഭാര്യ ഇക്കാര്യം അറിയുകയും പ്രശ്നമുണ്ടാക്കുകയും ഒക്കെ ചെയ്തു. അതിന് പിന്നാലെ ഈ ജോലി രണ്ടുപേരും 2 സ്ഥാപനത്തിലേക്ക് ജോലി മാറിപ്പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതിനുശേഷവും ഇവർ ഈ ബന്ധം തുടർന്നിരുന്നു. ഏറ്റവും ഒടുവിൽ പ്രവീൺ ഗായത്രിയെ ഒഴിവാക്കാനായിട്ടായിരുന്നു ഈ കൊലപാതകം പ്ലാൻ ചെയ്തതിന് ശേഷം തിരുവനന്തപുരത്തെ ഒരു ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തി കഴുത്തിലേക്ക് ഷാൾ മുറുക്കി ക്രൂരമായി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിന് പിന്നാലെ ഗായത്രിയുടെ തന്നെ ഫോൺ എടുത്ത് വാട്സാപ്പിൽ ഇരുവരും ഒന്നിച്ചുള്ള സ്റ്റാറ്റസ് കൂടി ഇട്ടു. അത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ആ സ്റ്റാറ്റസ് ഇട്ടത്. ഈ ചിത്രം കണ്ടതിന് ശേഷം പ്രവീണിൻ്റെ ഭാര്യ ഇക്കാര്യം അറിയുകയും അതിന് പിന്നാലെ വലിയ പ്രശ്നമുണ്ടായി ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതായിരുന്നു പ്രവീണിൻ്റെ ലക്ഷ്യം. പക്ഷേ അക്കാര്യം വിജയിച്ചില്ല. പോലീസ് ആ ഘട്ടത്തിൽ തന്നെ നടത്തിയ സമർത്ഥമായ അന്വേഷണത്തിനൊടുവിലായിരുന്നു പ്രവീൺ പിടിയിലായത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അതിൽ 3 വർഷം നീണ്ട വിചാരണ നടപടികൾക്കൊടുവിലാണ് കോടതി അതിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. വിജയകുമാർ. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം ദൃശ്യം 3 സിനിമയുടെ ചിത്രീകരണത്തിന് തുടക്കം. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര നിറവിൽ നിൽക്കുന്ന മോഹൻലാൽ സിനിമയുടെ പൂജാ ചടങ്ങിൽ പങ്കെടുത്തു. ചിത്രം വലിയ വിജയമാകണമെന്നാണ് പ്രാർത്ഥിക്കുന്നതെന്ന് മോഹൻലാൽ പറഞ്ഞു. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാര നേട്ടത്തിന് ശേഷം അഭിനയിക്കുന്ന ആദ്യ ചിത്രത്തിന്റെ സെറ്റിലെത്തിയ മോഹൻലാലിനെ ആവേശത്തോടെയാണ് അണിയറ പ്രവർത്തകർ സ്വീകരിച്ചത്. എറണാകുളം പൂത്തോട്ട SN ലോ കോളേജിലെ പൂജാ ചടങ്ങിൽ മോഹൻലാൽ ഫസ്റ്റ് ക്ലാപ്പ് അടിച്ച് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. കേക്ക് മുറിച്ച് അണിയറ പ്രവർത്തകർ സന്തോഷം പങ്കുവച്ചു. ആകാംക്ഷയാണ് ദൃശ്യമൊരുക്കുന്ന വിരുന്നെന്ന് മോഹൻലാൽ. ഞാനും പ്രാർത്ഥിക്കുന്നു, ഇതിനൊരു തടസ്സവും കൂടാതെ നടക്കണേ.
ഇതൊരു വലിയ വിജയമായി മാറണമെന്ന്. ദൃശ്യം 1, 2 മനസ്സിൽ എത്തിയ പ്രേക്ഷകർ ദൃശ്യം 3 തീർച്ചയായിട്ടും മനസ്സിൽ കൊണ്ട് നടക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൃശ്യം 3 സെറ്റ് ഇരട്ടിമധുരം എന്ന സംവിധായകൻ ജിത്തു ജോസഫും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും 24നോട് ഞാൻ എൻ്റെ ഒരു സ്വപ്ന സിനിമയായി തന്നെയാണ് ദൃശ്യം 3യെ കാണുന്നത്. അത് തീർച്ചയായിട്ടും മലയാളികൾ മുൻപ് കണ്ട 2 സിനിമകളെ പോലെ തന്നെ അല്ലെങ്കിൽ അതിലും മനോഹരമായിട്ട് വരുന്ന ഒരു സിനിമയായിരിക്കും ദൃശ്യം 3. ഈ പറഞ്ഞ പോലെ 2 ഇത്രയും ട്വിസ്റ്റ് ഉണ്ടായിരുന്നു, ആ ട്വിസ്റ്റിന് മുകളിലുള്ള ട്വിസ്റ്റ് അത്രയും ട്വിസ്റ്റ് വേണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന കൈൻഡ് ഓഫ് ഇതുണ്ട്. അത് എനിക്കറിയില്ല, അങ്ങനത്തെ എക്സ്പെക്ടേഷൻ എനിക്കല്ല. ഇതിനകത്ത് ഇതൊരു നല്ലൊരു കഥയുണ്ട്. ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം സ്വീകരിക്കാനായി മോഹൻലാൽ വൈകിട്ട് ഡൽഹിയിലേക്ക് തിരിക്കും. ദൃശ്യം സീരീസിലെ ആദ്യ 2 ഭാഗവും വൻ വിജയമായിരുന്നു. 4.5 വർഷത്തിന് ശേഷം ജോർജ് കുട്ടിയുടെ കുടുംബത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം. കൊച്ചിയിലും തൊടുപുഴയിലുമായി 55 ദിവസം കൊണ്ട് ചിത്രീകരണം പൂർത്തിയാക്കാനാണ് അണിയറ പ്രവർത്തകരുടെ ശ്രമം. ആദ്യ 2 സിനിമകളിലും സംവിധായകൻ ഒളിപ്പിച്ചു വെച്ച സസ്പെൻസും മാജിക്കും ദൃശ്യം 3യിലും തുടരുമെന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകരുള്ളത്. 24 കൊച്ചി. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണം നാളെ. പുരസ്കാര ജേതാക്കൾ ഡൽഹിയിലേക്ക് എത്തിത്തുടങ്ങി. പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമെന്നും നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള അവസരം കിട്ടുക എന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്നും സഹനടനുള്ള പുരസ്കാരം ലഭിച്ച വിജയരാഘവൻ 24നോട് പറഞ്ഞു. വിനീത വിജി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും. വിജയരാഘവൻ അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. നാളെയാണ് പുരസ്കാരം വാങ്ങുന്നത്. മലയാളികൾക്കേറെ അഭിമാനകരമാകുന്ന ഒരു നിമിഷം കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ 24നോടൊപ്പം ചേരുകയാണ്. ദേശീയ പുരസ്കാര നിറവിൽ തന്നെയാണ് അങ്ങും മലയാളവും കേരളവും ഒക്കെ. നമുക്കേറെ അഭിമാനകരമാകുന്ന നിമിഷമാണ്. എന്ത് തോന്നുന്നു? സന്തോഷം. പിന്നെ നമ്മൾ ഇത്രയും ഒരു 19 വർഷത്തെ അഭിനയ ജീവിതത്തിൽ നമ്മുടെ രാജ്യം നൽകുന്ന ഒരു ഏറ്റവും നല്ലൊരു അംഗീകാരം. സന്തോഷം. ഞാനീ ഇത്രയും നാൾ ഈ അവാർഡുകൾ കിട്ടിക്കൊണ്ടല്ലല്ലോ നമ്മൾ നിന്നത്. പ്രേക്ഷകരുടെ ഇഷ്ടമായിരുന്നു എന്നെ ഈ 50 വർഷവും മലയാള സിനിമയിൽ നിർത്തിയത്. 50 വർഷം ഞാൻ ഒരു 43 വർഷമാണ് ഞാൻ ഫുൾ ടൈം സിനിമയായിരുന്നു. അതിന് ഇടയ്ക്ക് നാടകവും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഫുൾ ടൈം സിനിമയിലെത്തിയിട്ട് 43 വർഷം 44 വർഷമായി. ഇത്രയും നാളും എന്നെ ഒരിക്കലും മടുപ്പ് തോന്നാതെ എന്നെ ഇഷ്ടപ്പെട്ട് എന്നെ കണ്ട് കൈയടിച്ച് എന്നെ നിലനിർത്തിയത് പ്രേക്ഷകരാണ്. ആ നിലനിൽക്കാൻ എനിക്ക് സാധിച്ചുകൊണ്ടാണ് ഇപ്പോൾ എന്നെ തേടി ഇങ്ങനെ കഥാപാത്രം വന്നത്. അങ്ങേക്കൊപ്പം അവാർഡ് വാങ്ങാൻ ലാലേട്ടൻ കൂടി എത്തുന്നുണ്ട്. നമ്മുടെ പിന്നെ വലിയ സന്തോഷം. നമ്മുടെ വളരെ പ്രിയപ്പെട്ട സുഹൃത്താണ്. ഞങ്ങൾ ഒന്നിച്ചു ഇത്രയും 40 വർഷമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിന് ഇങ്ങനെ തീർച്ചയായിട്ടും ഡിസേർവിംഗ് ആണ്. എല്ലാ മേഖലകളിലും മലയാള സിനിമയ്ക്ക് വേണ്ട എല്ലാ കാലത്തും മലയാള സിനിമയോടൊപ്പം നിന്ന് മലയാള സിനിമ ചൈതന്യം ഉയർത്താൻ ഏറ്റവും കൂടുതൽ സഹായിച്ച വ്യക്തികളിലൊരാളാണ് ലാൽ. അപ്പോൾ അതിന് തീർച്ചയായിട്ടും അങ്ങക്ക് ഇത് കിട്ടിയത് 100% അർഹനായ ഒരു വ്യക്തിയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരുപാട് സന്തോഷം. തീർച്ചയായും അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും. നിരവധി പ്രൊജക്ടുകളുടെ പണിപ്പുരയിൽ കൂടിയാണ് അദ്ദേഹം. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ ജിജേന്ദ്രനൊപ്പം വിനീത വിജി 24. മുൻ മാനേജരെ മർദ്ദിച്ചെന്ന കേസിൽ നടൻ ഉണ്ണി മുകുന്ദന് സമൻസ് അയച്ച് കാക്കനാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. ഒക്ടോബർ 27 കോടതിയിൽ ഹാജരാവാനാണ് നിർദ്ദേശം. കേസിൽ നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. വിചാരണക്ക് മുന്നോടിയായുള്ള നടപടിക്രമത്തിന്റെ ഭാഗമായാണ് ഉണ്ണി മുകുന്ദന് കോടതി സമൻസ് അയച്ചത്. ഇതുപ്രകാരം അടുത്ത മാസം കോടതിയിൽ ഹാജരായി ജാമ്യമെടുക്കണം. ശേഷം കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്ന അടക്കമുള്ള നടപടിയിലേക്ക് കടക്കും. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കാർപോർച്ചിൽ വെച്ച് നടൻ ഉണ്ണി മുകുന്ദൻ ക്രൂരമായി മർദ്ദിച്ചെന്നായിരുന്നു വിപിൻ കുമാറിന്റെ പരാതി. ഇൻഫോ പാർക്ക് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 2 മാസം മുൻപ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. എന്നാൽ പരാതിയിൽ പറയുന്നത് പോലുള്ള മർദ്ദനം ഉണ്ടായിട്ടില്ലെന്നാണ് പോലീസ് കണ്ടെത്തൽ. സംഭവത്തിന് പിന്നാലെ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ സിനിമാ സംഘടനകളും ഇടപെട്ടിരുന്നു. വിപിൻ കുമാർ തന്റെ മാനേജർ അല്ലെന്ന നിലപാടാണ് ഉണ്ണി മുകുന്ദൻ സ്വീകരിച്ചത്. 24 കൊച്ചി. BJPയെ വെട്ടിലാക്കി തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത കോർപ്പറേഷൻ കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പ്. നമ്മുടെ ആളുകളെ സഹായിച്ചെന്നും വായ്പ എടുത്തവർ പണം തിരിച്ചടയ്ക്കാൻ വൈകിയെന്നും കുറിപ്പിലുണ്ട്. പുറത്തുവരുന്നത് ഗൗരവമുള്ള വിഷയങ്ങളെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. CPMന്റെ രാഷ്ട്രീയ വേട്ട അവസാനിപ്പിക്കണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം വി മുരളീധരൻ പറഞ്ഞു. ആത്മഹത്യയ്ക്കു കാരണം ബാങ്കിലെ പ്രതിസന്ധിയെന്ന് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ തിരുമല അനിലിന്റെ കൈപ്പടയിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നു. അതേസമയം കുറിപ്പിലെ വിവരങ്ങൾ BJPയെ വെട്ടിലാക്കുകയും ചെയ്യുന്നു. നമുക്ക് തിരിച്ചു പിടിക്കാൻ ധാരാളം തുകയുണ്ട്. നമ്മുടെ ആൾക്കാരെ സഹായിച്ചു. മറ്റു നടപടികൾക്കൊന്നും പോകാതെ പല അവധി പറഞ്ഞ് തിരിച്ചടയ്ക്കാൻ കാലതാമസമുണ്ടാക്കി. നമ്മുടെ ആൾക്കാർ എന്നത് BJPക്കാരാണെന്ന ആരോപണം CPIM കടുപ്പിച്ചു.
അനിലിന്റെ ഭാര്യ വിഷമത്തോടെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അനിൽകുമാറിന്റെ ഭാര്യ ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറാണ്. കുറച്ച് കാര്യങ്ങൾ എന്നോട് അവർ സങ്കടപ്പെട്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട്. അതിപ്പോ ഞാൻ വ്യക്തമാക്കുന്നില്ല. തിരുമല അനിലിന്റെ ആത്മഹത്യക്കു കാരണം CPIM പോലീസ് ഗൂഢാലോചനയെന്നാരോപിച്ച BJP തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഈ രാഷ്ട്രീയ വേട്ട CPM അവസാനിപ്പിക്കണം. പോലീസ് രാഷ്ട്രീയ യജമാനന്മാരുടെ താളത്തിനൊപ്പിച്ച് തുള്ളുന്ന സമീപനം, ആ സമീപനം അവസാനിപ്പിക്കണം. സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച് തിരുമല അനിൽ ഔദ്യോഗികമായി BJP സമീപിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് BJPയിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമോ പാർട്ടി ഇടപെടേണ്ട കാര്യമോ ഇല്ലെന്ന് തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ പറഞ്ഞു. സഹകരണ സംഘം തട്ടിപ്പിൽ BJP നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് CPIM ഇന്ന് പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കും. 24 തിരുവനന്തപുരം. പോലീസ് അതിക്രമങ്ങൾക്കെതിരെ ആലപ്പുഴ SP ഓഫീസിലേക്ക് KSU പ്രതിഷേധം നടത്തുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. YS അഭിനന്ദ് വിവരങ്ങൾ നൽകും. അഭിനന്ദ്, വലിയ സംഘർഷത്തിലേക്ക് പോയിരുന്നോ അവിടെ KSU മാർച്ച്? വിജയകുമാർ, ആലപ്പുഴ SP ഓഫീസിലേക്കാണ് KSU പ്രതിഷേധ മാർച്ച് നടന്നത്. പ്രതിഷേധ മാർച്ച് ഇപ്പോൾ സംഘർഷഭരിതമായിരിക്കുകയാണ്. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ പ്രവർത്തകർ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത്. നവകേരള സദസ്സിൽ KSU പ്രവർത്തകർക്ക് മർദ്ദനമേറ്റിരുന്നു. ആ മർദ്ദനമേറ്റത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടെന്ന് അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഉൾപ്പെടെയുള്ള നടപടികൾ ഇതുവരെയും സംസ്ഥാന സർക്കാരോ പോലീസോ സ്വീകരിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൂടിയാണ് ഇത്തരത്തിൽ പ്രതിഷേധമുള്ളത്. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ KSU പ്രവർത്തകർക്കടക്കം മർദ്ദനമേറ്റ ഒരു സാഹചര്യം ഉണ്ടായതിന് പിന്നാലെ സംസ്ഥാനത്ത് ആകമാനം ഇത്തരത്തിൽ പോലീസ് അതിക്രമങ്ങൾ KSU പ്രവർത്തകർ നേരിടേണ്ടി വരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആലപ്പുഴ SP ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഇപ്പോൾ സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് എത്തിയത്. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചിട്ടുള്ള പ്രവർത്തകർ ഓരോരുത്തരെയും അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഇപ്പോഴും അവിടെ പ്രതിഷേധം തുടരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ അവിടെ സംഘർഷം ഇപ്പോഴും തുടരുന്നുണ്ട്. സംഘർഷ സാഹചര്യം തുടരുന്നുണ്ട്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമിക്കുകയാണ്. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. 25ാം CPI പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായി. സങ്കുചിത മനോഭാവം വെടിഞ്ഞ് വിശാല ഇടതൈക്യം കെട്ടിപ്പടുക്കണമെന്ന് ജനറൽ സെക്രട്ടറി D രാജ പറഞ്ഞു. സംസ്ഥാന ഘടകങ്ങൾ പാർട്ടി വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് CPI രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിലെ ഒരു വിമർശനം. പാർട്ടി കോൺഗ്രസ് വേദിയായ സുരവരം സുധാകർ റെഡ്ഡി നഗറിൽ രക്തസാക്ഷി ഭഗത് സിംഗിന്റെ അനന്തരവൻ പ്രൊഫസർ ജഗ്മോഹൻ സിംഗ് ദേശീയ പതാക ഉയർത്തി. മുൻ സംസ്ഥാന സെക്രട്ടറി ഭൂപീന്ദർ സാംബർ പാർട്ടി പതാക ഉയർത്തി. ഇടതുപക്ഷ ഐക്യം കാലഘട്ടത്തിന് അനിവാര്യതയെന്നും സങ്കുചിത മനോഭാവം വെടിഞ്ഞ് വിശാല ഇടത് ഐക്യം കെട്ടിപ്പടുക്കണമെന്നും MA ബേബി അടക്കം മറ്റിടതു പാർട്ടി ജനറൽ സെക്രട്ടറിമാർ പങ്കെടുത്ത ഉദ്ഘാടന സമ്മേളനത്തിൽ D രാജ. And we will have to put our heads together. We will have to put our efforts together. How to strengthen the mass movement, the mass upheaval against the present society. അതേസമയം D രാജയ്ക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകണോ എന്ന കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ ചർച്ചകൾ സജീവമാണ്. ഇക്കാര്യത്തിൽ പാർട്ടി തീരുമാനമെടുക്കുമെന്ന് ദേശീയ സെക്രട്ടറി അമർജിത് കൗർ. That party will discuss. We are not at present on that agenda. പാർട്ടിക്ക് സ്ഥിരം പാർട്ടി സ്കൂൾ ആരംഭിക്കണം. നിലവിലെ പാർട്ടി ക്ലാസുകൾ 15 ദിവസത്തേക്കാക്കി വർദ്ധിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പാർട്ടി വിദ്യാഭ്യാസത്തിനും പാർട്ടി ആശയങ്ങളുടെ പ്രചാരണത്തിനുമായി AI സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തണം. പാർട്ടി സ്വത്തുക്കൾ കൈവിടാതെ തന്നെ ധനസമാഹരണത്തിനായി ഉപയോഗിക്കാമെന്നും CPIയുടെ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. രാജ്യം കടന്നുപോകുന്ന നിർണായകമായ സാഹചര്യം മുൻനിർത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തി വിശാല ഇടത് സഖ്യത്തിന് ആഹ്വാനം ചെയ്യുകയാണ് പാർട്ടി കോൺഗ്രസ്. പാർട്ടി കോൺഗ്രസ് വേദിയായ സുരവരം സുധാകർ റെഡ്ഡി നഗറിൽ നിന്നും മോഹൻകുമാറിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. തുളസീദളം സാഹിത്യ പുരസ്കാരം പ്രശസ്ത എഴുത്തുകാരൻ PR നാഥനും സർഗപ്രതിഭാ പുരസ്കാരം രാജഗോപാലൻ ആനായത്തിനും. തൃശൂർ കൗസ്തുഭം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. പിഷാരടി എഡ്യൂക്കേഷണൽ ആൻഡ് വെൽഫെയർ സൊസൈറ്റിയുടെ വിദ്യാഭ്യാസ പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. പിഷാരടി സമാജം പ്രസിഡന്റ് A രാമചന്ദ്ര പിഷാരടി അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി KP ഹരികൃഷ്ണൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് VP മധു നന്ദിയും പ്രകാശിപ്പിച്ചു.
നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.